ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് വിശാഖം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. വിശാഖം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ 2024 ആണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ഗുണദോഷ സമ്മിശ്രമാണ്. ഇച്ചിരി ദോഷഫലം കൂടിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത്, നിങ്ങൾക്ക് ശത്രുക്കളുടെയൊക്കെ ഉപദ്രവത്തെ അതിജീവിക്കാനുള്ള ആത്മബലം ലഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ഇച്ഛാശക്തിയൊക്കെ ഉണ്ടാകുന്നതാണ്. ജീവിതത്തിലൊരു മൊത്തത്തിൽ ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാകുന്നതാണ്. നേരത്തെ കുത്തഴിഞ്ഞ ജീവിത രീതിയൊക്കെ മാറിയിട്ടൊരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ. നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് ദീർഘവീക്ഷണത്തോടു കൂടി പെരുമാറേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു പെടുന്നതാണ്. അങ്ങനെ പെരുമാറുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവും. നിങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക നിലയിലൊക്കെ ഉയർച്ച കാണുന്ന ഒരു സമയം ആണ്. സ്വന്തം താല്പര്യങ്ങൾക്കൊക്കെ മങ്ങലേൽക്കാതെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ. അതായത് നിങ്ങൾക്കൊരു വ്യക്തിത്വമുണ്ട്, ആ വ്യക്തിത്വത്തിന് മങ്ങലേൽക്കുന്ന രീതിയിലുള്ള ജോലികളൊക്കെ വേണ്ടാന്ന് വെക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരായിക്കോട്ടെ ചില കറപ്ഷൻ, ഒരു ചില പോരായ്മകളൊക്കെ ചില രീതികളൊക്കെ കൊണ്ടുവരാനായിട്ട് മേലുദ്യോഗസ്ഥർ പറഞ്ഞാലും, നിങ്ങളുടെ തെറ്റുകൾ ചെയ്യാൻ മേലുദ്യോഗസ്ഥർ നിങ്ങളെ നിർബന്ധിച്ചാലും നിങ്ങളുടെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യില്ല എന്ന് തീർത്ത് പറയുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിന് അത് നല്ലതാണ്. പ്രൊഫഷണൽ ചെറിയ മങ്ങലേൽക്കാൻ സാധ്യതയുണ്ട്. കാരണം എതിർപക്ഷത്ത് നിൽക്കുന്ന നിങ്ങളുടെ മേലധികാരിയാണല്ലോ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ഇടയിലൊക്കെ ഒരു മതിപ്പുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് കടബാധ്യതയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് നന്നായിട്ട് പ്രയാസപ്പെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ്. വരുമാനമൊക്കെ വലിയ ഗുണപരമായിട്ടുണ്ടാകുകയില്ല. നിങ്ങൾക്ക് എല്ലാ എതിർപ്പുകളെയും ആത്മബലം കൊണ്ട് നേരിട്ട് പരാജയപ്പെടുത്താനുള്ള സാഹചര്യം വന്നുവിടുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ചുമതലയൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ടൊക്കെ വരുന്നതാണ്. തൊഴിൽ അല്ലെങ്കിൽ കുടുംബത്തായിക്കോട്ടെ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ഗുണകരമായ പലതും കാർഷിക മേഖലയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. എന്നാൽ ബിസിനസ് ചെയ്യുന്നവർ, വ്യാപാരികൾക്ക് പ്രതീക്ഷിച്ച നേട്ടം കാണുന്നതല്ല. നിങ്ങൾ ചിലർക്ക് ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി പണം ചിലവഴിക്കുന്ന സമയമാണ്. ദൂർത്തുണ്ടാകുന്ന സമയമാണ്. പിതാവിൻ്റെ നില വളരെ പരുങ്ങലിലാണ്. നിങ്ങൾക്ക് പിതാവിൻ്റെ അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതാണ്. പിതാവിന് രോഗം പിടിപെടുന്നതാണ്. അത് മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ചിലവ്, അതോടുകൂടി ഓഗസ്റ്റ് മാസം ആകുമ്പോൾ ചിലവ് അധികരിക്കും, ഇരട്ടിയായിട്ട് മാറുന്നതാണ്. നിങ്ങളുടെ പ്രയത്നത്തിനനുസരിച്ചിട്ടുള്ള ഫലം കിട്ടുകയില്ല. ഇതുവരെ ഗുണങ്ങളായിരുന്നുവെങ്കിൽ ഓഗസ്റ്റോടുകൂടി ആകുമ്പോൾ നേരെ വിപരീതമായിട്ട് പലപ്പോഴും മാറുന്നതാണ് അവസ്ഥ. എന്നാൽ നിങ്ങൾക്ക് സുഹൃത്ത് ബന്ധങ്ങൾ വളരെ ഗുണകരമാണ്. സുഹൃത്ത് ബന്ധങ്ങൾ, പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ധാരാളം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നത് ഗുണകരമായിരിക്കും. നിങ്ങളുടെ പ്രവർത്തന രംഗത്തൊക്കെ തൊഴിൽ രംഗത്തൊക്കെ പുരോഗതി ഉണ്ടാകുന്നൊരു അവസ്ഥ ആണ് കാണുന്നത്. നിങ്ങൾക്ക് മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് കലാകാരന്മാർക്ക് കാലം അനുകൂലമാണ്. ചിലർക്കൊക്കെ വാഹനയോഗമൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ കൂട്ടുകച്ചവടത്തിൽ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് നഷ്ടത്തിൽ കലാശിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ലായ്മ ഉണ്ടായി അങ്ങനെ ബിസിനസ് നഷ്ടത്തിലേക്കാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടുപേരും അടിച്ച് പിരിഞ്ഞു മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഷെയർ ബിസിനസ്സിലൊക്കെ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണകരമല്ല. നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഷെയറിലൊക്കെ ഇടിവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നാൽക്കാലികളിൽ നിന്നൊക്കെ വരുമാനം കണ്ടെത്തിയിരിക്കുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് പരിധിയിൽ കഴിഞ്ഞ നേട്ടങ്ങളാണ് ഉണ്ടാകുക.
നിങ്ങൾക്ക് ക്രയവിക്രയ കൊടുക്കൽ വാങ്ങലിലൊക്കെ വിജയം കാണുന്നൊരു സമയവുമാണ്. പൊതുവേ ഗുണദോഷ സമ്മിശ്രമാണ്. ആഗസ്റ്റ് മാസത്തോടുകൂടെ ആകുമ്പോൾ കുറച്ച് ദോഷഫലത്തിലേക്ക് വരുന്നതാണ് നിങ്ങളുടെ കാലം. അതിൽ നിന്നൊക്കെ മാറാനായിട്ട് നിങ്ങൾ ബുധനാഴ്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്ര ദർശനം ഉത്തമമായിരിക്കും. ഭഗവാന് തൃക്കൈവെണ്ണ സമർപ്പിക്കുക, തുളസിമാല നൽകുക, മുഴുക്കാപ്പ് ചില ക്ഷേത്രങ്ങളിൽ ഉണ്ട്. മുഴുക്കാപ്പ് നിർമ്മാല്യത്തിന് നടത്തുന്നതാണ്. അത് ചെയ്യുന്നത്, മുഴുക്കാപ്പ് ചാർത്തിക്കുന്നതൊക്കെ ഗുണകരമായിരിക്കും. ഈ വിശാഖം നക്ഷത്രക്കാരോട് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുകയാണ്. കുചേലൻ ഭഗവാനെ അങ്ങോട്ട് തേടി ചെന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഭഗവാൻ നൽകിയത്. അല്ലാതെ ഭഗവാൻ അങ്ങോട്ട് കുചേലനെ തേടി ചെല്ലുകയല്ല ചെയ്തത്. നിങ്ങളുടെ ധനമാർഗവും നിങ്ങളുടെ മാനസിക പിരിമുറുക്കവും നിങ്ങളുടെ ജോലിയിലുള്ള പ്രശ്നങ്ങളുമൊക്കെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബുധനാഴ്ചകളിലൊക്കെ മുടങ്ങാതെ ഭഗവാനെ കാണാൻ ചെല്ലണം. ഭഗവാൻ തിരിച്ചിങ്ങോട്ട് കാണാൻ വരില്ല. ഇത് മനസ്സിൽ വെച്ചേക്കുക. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വിശാഖ നക്ഷത്രക്കാർ കുറേ കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ചൊക്കെ ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇനിവേ ഇത്രയാണ് നിങ്ങളുടെ ഈ മാസത്തെ ഈ 2 മാസത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.